സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരും. നിലവിൽ 5 ജില്ലകളിൽ റെഡ് അലർട്ടും 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തുടരുകയാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ക്വാറി ഖനന പ്രവർത്തനങ്ങൾക്കും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ നേരിടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മാനസ ചേരുന്നു. മാനസ, എന്തൊക്കെയാണ് കാലാവസ്ഥാ അറിയിപ്പുകൾ, ഒപ്പം തന്നെ മറ്ററിയിപ്പുകൾ? മാനസ. ഷമി, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിതീവ്ര മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് അതീവ ജാഗ്രത വേണം എന്ന് തന്നെയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നിലവിൽ 5 ജില്ലകളിൽ റെഡ് അലർട്ടും 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തുടരുകയാണ്. നാളെ 11 ജില്ലകളിലാണ് റെഡ് അലർട്ട് നൽകിയിരിക്കുന്നത്, 3 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. നാളെ തിരുവനന്തപുരം, ആലപ്പുഴ, കൊല്ലം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലുമാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. അതായത് ശക്തമായ രീതിയിൽ അല്ലെങ്കിൽ അതിതീവ്രമായ മഴ തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത തുടരണമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ റെഡ് അലർട്ട് പ്രഖ്യാപിക്കപ്പെട്ട ജില്ലകളിലൊക്കെയും തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ തൃശ്ശൂർ, അതോടൊപ്പം തന്നെ എറണാകുളം, കോഴിക്കോട്, വയനാട്, കാസർഗോഡ്, ഇടുക്കി ജില്ലകളിലെ അംഗനവാടികൾക്കും പ്രൊഫഷണൽ കോളേജുകൾക്കും ഉൾപ്പെടെയാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തൃശ്ശൂർ, ഇടുക്കി, വയനാട് ജില്ലകളിൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും മാറ്റമില്ല എന്ന അറിയിപ്പും നൽകിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പ്രധാനമായും ശ്രദ്ധിക്കാൻ പറയുന്നത്, പൊതു ഇടങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ മരങ്ങൾ ശ്രദ്ധിക്കണം. അതായത് അപകട സാധ്യത ഉള്ള മരങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അനിവാര്യമാണ് എന്ന് മുൻകൂട്ടി അറിയിക്കുന്നുണ്ട്. ഇതുപോലെ ഏതെങ്കിലും ഇടങ്ങളിൽ അപകട സാഹചര്യം നിലനിർത്തുന്ന മരങ്ങൾ ഉണ്ടെങ്കിൽ അത് മുറിച്ചു മാറ്റണമെന്നും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് KSEBയെ അറിയിക്കണമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് എടുത്തു പറയേണ്ടത്, തീരദേശ മേഖലകളിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ്. കള്ളക്കടൽ പ്രതിഭാസം നിലകൊള്ളുന്നുണ്ട്. അതുകൊണ്ട് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനുമാണ് സാധ്യത. കേരള തീരത്ത് മുഴുവൻ ജില്ലകളിലും ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പോടെ റെഡ് അലർട്ടാണ് നൽകിയിരിക്കുന്നത്. കേരള തീരത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ഈ സാഹചര്യത്തിൽ ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെയും നല്ല രീതിയിൽ കടലാക്രമണം ഉണ്ടാകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിലാണ് ഇപ്പോൾ മത്സ്യബന്ധന വിലക്ക് തുടരുന്നത്. ഒപ്പം തന്നെയാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും അതോടൊപ്പം തന്നെ ക്വാറി ഖനന പ്രവർത്തനങ്ങൾക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ജില്ലകളിലെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ യാത്ര നടത്തരുത് എന്ന അറിയിപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇനിയൊരു അറിയിപ്പ് ലഭിക്കുന്നതുവരെ ഈ നിരോധനം തുടരും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഷമ്മി. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യത. വിവിധ ജില്ലകളിൽ റെഡ് അലർട്ടും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. മലയോര മേഖലയിലുള്ളവർ പ്രത്യേകമായ ശ്രദ്ധ പുലർത്തണം. തീരദേശ മേഖലകളിൽ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കനത്ത മഴയത്ത് വാഹന ഡ്രൈവിംഗ് അടക്കം ഒഴിവാക്കുന്നത് നന്നായിരിക്കും. വിവിധ സ്ഥലങ്ങളിൽ മരങ്ങൾ കടപുഴകി വാഹനങ്ങൾക്ക് മേലെ വീഴുകയും റോഡുകളിൽ വീഴുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ജാഗ്രത പുലർത്തുക എന്നുള്ള നിർദ്ദേശമാണ് ലഭിക്കുന്നത്. മാനസയാണ് വിശദാംശങ്ങൾ നൽകിയത്.